നമ്മൾ ഇന്ന് രണ്ടാമത്തെ ഡേ ഓഫ് ദൂരപ്പോക്ക്. അത് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല എന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ വേറൊരു വഴി കണ്ടുപിടിക്കാനല്ല, പണ്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഉള്ളവരൊക്കെ പോകുന്നതല്ല, പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായെന്നുള്ളൊരു വഴിയാണ്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പറ്റുവാണെങ്കിൽ വീഡിയോകൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, പറ്റിയില്ലെങ്കിൽ എന്താകുമെന്ന് അറിയില്ല അല്ലേ? അതെ. അപ്പോൾ അലിക്ക് ധൈര്യമുണ്ടോ? ഇവരാണ് എൻ്റെ ധൈര്യത്തിൻ്റെ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ. അപ്പോൾ ബൈ അല്ല പറയാം, വരും വഴി ബാക്കി വിവരങ്ങൾ പറയാം. അങ്ങനെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞ ആ ചെറിയ ഇടുങ്ങിയ വഴി ഇതാണ് കേട്ടോ. വലിയ ഓട്ടിക്കാനൊക്കെ ഭയങ്കര ഫ്ലുവൻ്റായിട്ട് അറിയാവുന്ന ആൾക്കാർക്കും ചെറുതായിട്ടൊന്ന് ചരിഞ്ഞും പതറിയൊക്കെ പോകുന്ന വഴിയാണ്. പക്ഷേ ഒരു കാര്യം പറയാം കേട്ടോ, ഞാൻ ഈ പേടിച്ച ഈ ഭാഗം ഈ കറക്റ്റ് ഈ സ്ഥലമായിരുന്നു, പക്ഷേ അവിടെ ഒരു കുഴപ്പവും പറ്റിയില്ല. പിന്നെ പറ്റിയത് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും ഒരു താഴൊരു ഇറക്കമുണ്ട്. നമ്മൾ വണ്ടി പഠിച്ച് തുടങ്ങുന്നതിന് മുന്നേ ചാടിക്കയറിയ അങ്ങനെയുള്ള സാഹസങ്ങളൊന്നും കാണിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. കുട്ടികൾ പുറകെ നിന്ന് ഓടി വന്നാണ് വീഡിയോ എടുക്കുന്നത്, അതിൻ്റെ ഉള്ള ഷേക്കാണ് കാണുന്നത്. അപ്പം ഞാൻ അവിടെ ഒന്ന് പതറിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളുടെ ധൈര്യത്തിൻ്റെ ഓരോ വാക്കുകളൊക്കെ കേട്ട് ഞാൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇറക്കത്തിലെത്തിയപ്പോൾ ശരിക്കും പേടിച്ചു പോയി. പക്ഷേ ആ വീഡിയോസൊന്നും കുട്ടികൾ എടുത്തിട്ടില്ല. കുട്ടികളും എനിക്ക് ധൈര്യം തരാൻ വേണ്ടി അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഇത് സെക്കൻഡ് ഡേ ആണ്. ഞാൻ പോയി നോക്കിയതാണ് വഴി, നമുക്ക് എത്രത്തോളം ധൈര്യം വരും എന്നുള്ളത് ഞാൻ പോയി നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ റോഡ് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ എനിക്ക് പോകാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കരുത്, പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം. അതായത് ഈ ഒരു വളവ് കഴിയുമ്പോഴാണ് ആ ഒരു ഇറക്കം വരുന്നത്. ആ ഇറക്കം സത്യം പറഞ്ഞാൽ ഒരുപാട് പേടിച്ചതാണ്. ഇപ്പോഴും പോകാൻ പേടിയാണ്. നല്ല ഫ്ലുവൻ്റായിട്ട് ഓടിച്ച് പഠിച്ചിട്ടല്ലാണ്ട് ഇതുമാതിരിയുള്ള സാഹസങ്ങൾ ഞാൻ ഇനി എടുക്കൂലെന്ന് ശബ്ദം ചെയ്തൊരു ഇറക്കമാണ്. അത് കഴിഞ്ഞു ആ പേടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടിപൊളി ഒരു കൂളായിട്ട് വേറെ വഴി കൂടെയൊക്കെ ഓട്ടിച്ച് കറങ്ങി തിരിഞ്ഞൊക്കെ വന്നു. വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോയി കേട്ടോ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ശനിയാഴ്ചയുടെ ഒരു എൻഡ് എന്ന് പറയുന്നത്. ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബൈ.